പ്രവാസ ലോകത്തെ വാർത്തകൾ. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്ത് ഏർപ്പെടുത്തിയ ഡ്രോൺ വിലക്ക് നീട്ടിയതായി ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിനും രാജ്യത്തിന്റെ വ്യോമ മേഖലയുടെ സുരക്ഷ നിലനിർത്തുന്നതിനുമായാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തിന്റെ വ്യോമപരിധിയിൽ നിയന്ത്രണം ശക്തമാക്കുന്നതിനും പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് നടപടിയെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. മുൻപ് പ്രഖ്യാപിച്ച വിലക്കിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഈ നീക്കം. സർക്കാർ വാണിജ്യ വിനോദ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എല്ലാത്തരം ഡ്രോണുകൾക്കും ഈ നിരോധനം ബാധകമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. പാരാഗ്ലൈഡിംഗ്, പാരാമോട്ടോർ, എയർ സ്പോർട്സ് വിമാനങ്ങൾ എന്നിവയ്ക്കും നിലവിൽ അനുമതിയില്ല. പുതിയ അനുമതികൾ നൽകുന്നതും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അനുമതിയില്ലാതെ ഡ്രോൺ പറത്തുന്നത് കണ്ടെത്തിയാൽ പിഴയും മറ്റു ശിക്ഷകളും ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വിമാനത്താവളങ്ങൾ, സൈനിക മേഖലകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കടുത്ത് ഡ്രോൺ ഉപയോഗം വലിയ സുരക്ഷാ ഭീഷണി ഉയർത്താനിടയുള്ളതിനാൽ ഇത്തരം പ്രവർത്തനങ്ങൾ കർശനമായി നിരീക്ഷിക്കപ്പെടും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ഓരോ പൗരന്റെയും സ്ഥാപനങ്ങളുടെയും ദേശീയ ഉത്തരവാദിത്തമാണെന്നും നിയമം കർശനമായി പാലിക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദി അറേബ്യയിൽ ഒരാഴ്ചക്കിടെ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച 12,000-ഓളം പേർ പിടിയിൽ. അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ സഹായിക്കുന്നവർക്കോ അവർക്ക് താമസ സൗകര്യവും ജോലിയും നൽകുന്നവർക്കോ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിപ്പ് നൽകി. മാർച്ച് 19 മുതൽ 25 വരെയുള്ള കാലയളവിൽ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് 11,967 നിയമലംഘകർ പിടിയിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 7,650 പേരും താമസ നിയമലംഘനം നടത്തിയവരാണ്. അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ച 2,952 പേരും തൊഴിൽ നിയമം ലംഘിച്ച 1,365 പേരും ഇവരിൽ ഉൾപ്പെടുന്നു. അനധികൃതമായി അതിർത്തി കടന്ന് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച 1,140 പേരെയും പിടികൂടി. ഇതിൽ 71% എത്യോപ്യക്കാരും 26% യമനികളുമാണ്. കൂടാതെ രാജ്യം വിടാൻ ശ്രമിച്ച 42 പേരെയും നിയമലംഘകർക്ക് സഹായം നൽകിയ 17 പേരെയും അറസ്റ്റ് ചെയ്തു. നിലവിൽ 32,957 വിദേശികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിൽ 23,238 പേരെ യാത്രാരേഖകൾക്കായി അതത് രാജ്യങ്ങളുടെ എംബസികളിലേക്ക് കൈമാറി. 5,111 പേരെ ഇതിനകം നാടുകടത്തി. മറ്റുള്ളവരുടെ യാത്രാ നടപടികൾ പൂർത്തിയായി വരുന്നതായി അധികൃതർ അറിയിച്ചു. അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ സഹായിക്കുന്നവർക്കോ അവർക്ക് താമസ സൗകര്യവും ജോലിയും നൽകുന്നവർക്കോ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തും. സഹായിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങളും കെട്ടിടങ്ങളും കണ്ടുകെട്ടുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. നിയമലംഘനങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ 911 എന്ന നമ്പറിലും രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ 999, 996 എന്നീ നമ്പറുകളിലും അറിയിക്കണം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.